റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ റിസോർട്ടുകളെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും അവിടെയുള്ള എല്ലാ സർവീസുകളും കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇതിൽ റിവ്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു റിസോർട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വൈത്തിരി ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് വില്ലയിൽ എത്താൻ സാധിക്കും. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഏകദേശം 20 മെമ്പേഴ്സിന് വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഫാമിലിക്കും അതേപോലെ തന്നെ കപ്പിൾസിനാണ് ഇവിടുത്തെ സ്റ്റേ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിളായിട്ട് ചേരുക. അപ്പോൾ നമുക്ക് ആദ്യം ഔട്ട്ഡോറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട ശേഷം റൂമിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ തൊട്ട് താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുട്ടികളായിട്ട് വരുന്നവർക്ക് അവരുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ആക്ടിവിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഏരിയ കൂടെ കൊടുത്തിട്ടുള്ളത്. ഔട്ട്ഡോറിലായിട്ട് 2 കോട്ടേജുകളുടെയും നടുഭാഗത്തായിട്ടാണ് ഇവിടെ പൂള് കൊടുത്തിട്ടുള്ളത്. അതും നല്ല ഇൻഫിനിറ്റി ടൈപ്പ് പൂൾ. നേരെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് പൂളിൽ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പവും ആഴമുള്ള ഒരു പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഔട്ട്ഡോർ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ കോട്ടേജിലെ റൂമിൻ്റെ ഫെസിലിറ്റീസിലേക്ക് പോവാം. 2 ബെഡ്റൂമിൻ്റെ 2 കോട്ടേജുകളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കോട്ടേജാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോമൺ ഹാൾ കൊടുത്തിരിക്കുന്നത് കാണാം. കോമൺ ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് ടി വി കാണാൻ ആവശ്യമായിട്ടുള്ള സോഫയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു അക്വേറിയവും കാണാൻ പറ്റും. നിങ്ങൾക്ക് കോഫിയും മറ്റ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളൊരു ഫെസിലിറ്റീസ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരം ബോർഡ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോട്ടേജിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കൊടുത്തിട്ടുള്ളത്. റൂമിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫാനാണ് വരുന്നത്. നിലവിൽ ഇതിൽ AC കൊടുത്തിട്ടില്ല, നോൺ AC റൂംസാണ്. ബെഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്യൂൻ സൈസ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. 2 പേർക്ക് വളരെ കംഫർട്ടായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു സൈഡിലായിട്ട് തന്നെ വേസ്റ്റ് ബിന്നും കൊടുത്തിട്ടുണ്ട്. റൂം കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ കോട്ടേജ് പോലെ നിങ്ങൾക്ക് ഫീൽ ആവും. പിന്നെ 2 പേരിൽ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ 2 എക്സ്ട്രാ മാട്രസും കൂടെ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൂമുകളിൽ കൊടുത്തിരിക്കുന്ന ഷെൽഫാണെങ്കിലും മറ്റ് ഫർണിച്ചേഴ്സൊക്കെ ആണെങ്കിലും ശരി വളരെ ഡസ്റ്റ് ഫ്രീ ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൗസ് കീപ്പിംഗ് വളരെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. 2 റൂമുകൾക്കും ഒരു കോമൺ ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫേസ് ചെയ്തിരിക്കുന്നത് നേരെ ഫ്രണ്ട് സൈഡിലുള്ള ഒരു അടിപൊളി ടീ പ്ലാന്റേഷൻ വ്യൂ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈവനിങ് സമയത്താണ് കുറച്ചുകൂടെ നല്ലൊരു വൈബ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ബാൽക്കണിയിലായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനുള്ള ചെയറും ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ, അതായത് കപ്പിൾസിനായിരിക്കും ഈ ഒരു അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുക. അത്തരത്തിലുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ മൊത്തത്തിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നത് 2 ഇൻഡിവിജ്വൽ കപ്പിൾസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2ഉം സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്ലാസ് ഡോർ അവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. 2 ടീമായിട്ട് വരികയാണെങ്കിലും അവരിവിടെ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മുകളിലത്തെ കോട്ടേജ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നേരെ താഴെയുള്ള കോട്ടേജാണ്. അപ്പോൾ ഈ ഒരു കോട്ടേജിലേക്ക് വരുന്ന സമയത്ത് പുറം ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബാൽക്കണി ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടീ പ്ലാന്റേഷനും അതേപോലെ തന്നെ ചെമ്പ്ര പീക്കും പിന്നെ താഴെയുള്ള പുഴയുടെ ആ സൗണ്ടൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും. രണ്ടാമത്തെ കോട്ടേജിലും ഉള്ളിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാൾ കൊടുത്തിട്ടുണ്ട്. ഹാളിൽ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു സോഫ സെറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു മിനി ടേബിളും ഉണ്ട്. ഈ ഒരു ഹാളിൽ തന്നെയാണ് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ് അവർ കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ നിങ്ങൾക്ക് ടീ കോഫി മേക്കിങ്ങിനായിട്ട് ചെറിയൊരു സ്പേസ്. താഴെയുള്ള 2 റൂമുകളും ഒരേ ഫെസിലിറ്റീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 റൂമും വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. റൂമിൽ ക്യൂൻ സൈസ് ബെഡാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് മിനി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാനും ഷെൽഫും വേസ്റ്റ് ബിന്നൊക്കെ ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ പേഴ്സൺസ് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്കുള്ള എക്സ്ട്രാ മാട്രസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമൊക്കെ വളരെ നീറ്റും ക്ലീനുമാണ്. അതിൽ വാട്ടർ ഹീറ്ററൊക്കെ അവൈലബിൾ ആണ്. 2 റൂമിനും കൂടെ കോമൺ ആയിട്ടൊരു ബാൽക്കണി ഇവിടെ വരുന്നുണ്ട്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പുറത്തുള്ള ടീ പ്ലാന്റേഷൻ്റെ വ്യൂവും അതേപോലെ തന്നെ ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. നല്ല നിശബ്ദമായിട്ട് നിൽക്കുകയാണെങ്കിൽ താഴെയുള്ള പുഴയുടെ സൗണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും.
കപ്പിൾസിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. കപ്പിൾസ് മാത്രമല്ല, അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇത്രയും ഫെസിലിറ്റീസാണ് ഈ 2 കോട്ടേജുകളിലും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കോട്ടേജിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു മജ്‌ലിസ് ഫെസിലിറ്റീസും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ വന്നിരിക്കാനും ചുറ്റും കൂടിയിരുന്ന് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനുമുള്ള നല്ലൊരു ഓപ്ഷനായിട്ടാണ് അവരിതിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് വില്ലയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റീവാച്ച് ചെയ്ത ശേഷം മാത്രം ബുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ടും അതേപോലെ തന്നെ കപ്പിൾസൊക്കെ ആയിട്ടാണെങ്കിൽ ഏകദേശം 20 മെമ്പേഴ്സിന് വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് മൊത്തമായിട്ട് അയച്ചു തരിക. പിന്നെ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. അതാകുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രോപ്പർട്ടി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.